ഹായ് നമസ്കാരം, ഏവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് അതായത് 2024 PSC ചോദിച്ച ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗത്തുനിന്ന് ചോദിച്ച ഏകദേശം ഒരു 100 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു സീരീസാണ് ഇത്. ഇതിൽ നമുക്ക് 10th പ്രിലിംസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപകാരപ്പെടുന്ന 100 ചോദ്യങ്ങൾ PSC റീസെൻ്റ് ആയിട്ട് നടന്ന എക്സാമുകളിൽ ചോദിച്ചിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ചോദിച്ചിട്ടുള്ള 100 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് കാരണമായ നിയമം ഏതാണ്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് കാരണമായ നിയമം ഏതാ? ഓപ്ഷൻ ബി ആണ് റൗലറ്റ് ആക്ട് ആണ്. ഓപ്ഷൻ ബി റൗലറ്റ് ആക്ട് ആണ്. രണ്ടാമത്തെ ചോദ്യം: ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാ? ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായിട്ട് പങ്കുവഹിച്ച ആദ്യത്തെ സമരം ഏതാ? ഓപ്ഷൻ സി ആണ് ചമ്പാരൻ സത്യാഗ്രഹം ആട്ടോ. ഓപ്ഷൻ സി ചമ്പാരൻ സത്യാഗ്രഹം. ഇനി മൂന്നാമത്തെ ചോദ്യം: ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയുമായിട്ട് ബന്ധമില്ലാത്ത വ്യക്തി ആരാണ്? ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായിട്ട് ബന്ധമില്ലാത്ത വ്യക്തി ആരാ? ഓപ്ഷൻ ബി ആണ് ഉദ്ധം സിംഗ് ഉദ്ധം സിംഗ് ആണ്. അപ്പോൾ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ് ആരൊക്കെ? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, അതുപോലെ രാജ്ഗുരു. ഓർത്തു നോക്കുക, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികളാണ് ആരൊക്കെ? ചന്ദ്രശേഖർ ആസാദ്, ഭഗത് സിംഗ്, അതുപോലെ രാജ്ഗുരു. നാലാമത്തെ ചോദ്യം: ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആരാണ്? PSC മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്താൻ വേണ്ടിയിട്ട് ചർച്ച ചെയ്യാനും വേണ്ടിയിട്ട് വിളിച്ചു ചേർത്തതാണ് ഇത് വട്ടമേശ സമ്മേളനങ്ങൾ എന്ന് പറയുന്നത്. 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത് അല്ലേ? 1930, 31, 32 വർഷങ്ങളിലായിട്ട് 3 വട്ടമേശ സമ്മേളനങ്ങൾ നടന്നു. അതിൽ 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട നേതാവാണ് ആര്? ഡോക്ടർ BR അംബേദ്കർ. ഡോക്ടർ BR അംബേദ്കർ. അഞ്ചാമത്തെ ചോദ്യം: ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരാണ്? ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് ക്യാപ്റ്റൻ ലക്ഷ്മി. ഓപ്ഷൻ ബി ക്യാപ്റ്റൻ ലക്ഷ്മി ആണ്. ആറാമത്തെ ചോദ്യം: ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇന്ത്യ എന്ന പുസ്തകത്തിന്റെ അല്ലെങ്കിൽ ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാ? ഓപ്ഷൻ സി ആണ് VP മേനോൻ ആട്ടോ. VP മേനോന്. ഏഴാമത്തെ ചോദ്യം: ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയുമായിട്ട് ശരിയായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ഭൂനികുതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശരിയായ പ്രസ്താവന ഏതാന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ബംഗാളിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥയാണ് ഇത് ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെ? ബംഗാളിലാണെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ തെക്കേ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ അത് റയറ്റ് വാരി കേട്ടോ. റയറ്റ് വാരി ആയിരുന്നു. ബംഗാളിലാണെങ്കിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. തെക്കേ ഇന്ത്യ ചോദിച്ചാൽ റയറ്റ് വാരിയാണ്. വടക്ക് പടിഞ്ഞാറ് മേഖല ചോദിച്ചാൽ മഹൽവാരി സിസ്റ്റം കേട്ടോ. മഹൽവാരി വ്യവസ്ഥ. അപ്പോൾ ബംഗാള്, ഒഡീഷയിലൊക്കെ ശാശ്വത ഭൂനികുതി വ്യവസ്ഥയാണ്. തെക്കേ ഇന്ത്യ ചോദിച്ചാൽ റയറ്റ് വാരിയാണ്. വടക്ക് പടിഞ്ഞാറ് ചോദിക്കാന്നുണ്ടെങ്കിൽ അത് മഹൽവാരി വ്യവസ്ഥയാണ്. എട്ടാമത്തെ ചോദ്യം: ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരാ? ഓപ്ഷൻ സി ആണ് ദാദാബായ് നവറോജി ആണ്. ഒൻപതാമത്തെ ചോദ്യം: ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാണ്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയ ഗവർണർ ജനറൽ ആരാ? ഓപ്ഷൻ ബി ആണ് ഡൽഹൌസി പ്രഭു ആണ്. പത്താമത്തെ ചോദ്യം: താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. 1857 വിപ്ലവത്തിന്റെ ലക്നൌവിലെ നേതാവായിരുന്നു ആര്? ഹസ്രത്ത് മഹൽ. ലക്നൌവിൽ ആരാ? ബീഗം ഹസ്രത്ത് മഹലാണ്. 11ാമത്തെ ചോദ്യം: പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു. ഇത് ആരുടെ പ്രസ്താവനയാണ്? ആര് പറഞ്ഞതാണ് പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ വെളുപ്പിക്കുന്നു എന്ന് പറഞ്ഞത്? ആരായിരുന്നു? ഓപ്ഷൻ എ ആണ് വില്യം ബെൻഡിക് പ്രഭു അല്ലെ? ഓപ്ഷൻ എ വില്യം ബെൻഡിക് പ്രഭു ആണ്. 12ാമത്തെ ചോദ്യം: താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ശരിയായത് ഒന്നാമത്തെ കാൺപൂർ കേന്ദ്രമാക്കി സ്വാതന്ത്ര്യ സമരം നയിച്ച നേതാക്കന്മാരായിരുന്നു നാനാ സാഹിബും താന്തിയോ തോപ്പിയും.
നമുക്ക് ശരിയാണ് വേണ്ടത്. ഒന്നാമത്തെ എന്താ, കാൺപൂർ കേന്ദ്രമാക്കിയിട്ട് സ്വാതന്ത്ര്യ സമരം നയിച്ച നേതാക്കന്മാരാണ് ആരൊക്കെ? നാനാ സാഹിബും താന്തിയോ തോപ്പിയും. ശരി അല്ലെ. കാൺപൂരിൽ ആരാ നേതൃത്വം നൽകിയത്? താന്തിയോ തോപ്പിയും നാനാ സാഹിബും ആണ്. ബീഗം ഹസ്രത്ത് മഹലായിരുന്നു ഫൈസാബാദിൽ സ്വാതന്ത്ര്യ സമരം നയിച്ചത്. ശരിയാണോ? തെറ്റാണ് അല്ലെ. ഫൈസാബാദിൽ ആരാ? മൗലവി അഹമ്മദുള്ള. അപ്പൊ രണ്ടാമത്തെ തെറ്റാണ്. ഫൈസാബാദിൽ ആരാ? മൗലവി അഹമ്മദുള്ളയാണ്. ഇനി ലക്നൗ കേന്ദ്രമാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ നേതാവായിരുന്നു മൗലവി അഹമ്മദുള്ള. തെറ്റല്ലേ. ലക്നൌവിലാണ് ആര്? ബീഗം ഹസ്രത്ത് മഹൽ. അപ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊടുത്തതാണ്. അപ്പോൾ ബീഗം ഹസ്രത്ത് മഹൽ എവിടെയാ? ലക്നൌവിലാണ്. ഫൈസാബാദിലാണ് ആര്? മൗലവി അഹമ്മദുള്ള. അപ്പോൾ ഇതിൽ ശരി ഏത് മാത്രമേ ഉള്ളൂ? ഒന്ന് മാത്രമേ ശരിയായിട്ടുള്ളൂ. 13ാമത്തെ ചോദ്യം, ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാ? ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച പുസ്തകം ഏതാ? ഓപ്ഷൻ ഡി ആണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ അല്ലെ. ഓപ്ഷൻ ഡി ആണ് പോവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഇനി 14ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായിട്ട് ആരംഭിച്ച സംഘടന ഏതാ? ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള പുരോഗതിക്കായിട്ട് ആരംഭിച്ച സംഘടന ഏതാ? ഓപ്ഷൻ ഡി ആണ് അലിഗഡ് പ്രസ്ഥാനമാണ്. 15 രാജാറാം മോഹൻ റോയ് തുടക്കം കുറിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാ? മിറാത്തുൽ അക്ബറും സംവാദ് കൗമുദി അല്ലെ. മിറാത്തുൽ അക്ബറും സംവാദ് കൗമുദിയുമാണ് ആരെ പത്രങ്ങൾ? രാജാറാം മോഹൻ റോയുടെ പത്രങ്ങൾ. 16ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് സ്വീകരിച്ച മാർഗങ്ങൾ ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വീകരിച്ച മാർഗങ്ങൾ ഏതൊക്കെയാ? സൈനിക നടപടി വഴി യോജിപ്പിച്ചിട്ടുണ്ട്, ലയന കരാർ വഴി യോജിപ്പിച്ചിട്ടുണ്ട്, അനുരഞ്ജനം വഴി എന്ത് ചെയ്തിട്ടുണ്ട്? നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ചിട്ടുണ്ട്. അപ്പം മൂന്നും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. 17ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാ? ഓപ്ഷൻ ബി ആണ് ചമ്പാരൻ സത്യാഗ്രഹമാണ്. 18ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് തുടക്കത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടാത്തത്? തന്നിരിക്കുന്നതിൽ ഏതാണ് തുടക്കത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെടാത്തത്? ഏതാ? ഓപ്ഷൻ എ ആണ് ഇന്ത്യക്കാർക്ക് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആവശ്യപ്പെട്ടതാണ് ഏതൊക്കെ? ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ വിപുലീകരണം, അതുപോലെ പബ്ലിക് സർവീസ് പരീക്ഷയുടെ ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി ഉയർത്തല്, അതുപോലെ സൈനിക ചെലവ് കുറയ്ക്കല്. 19ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ മ്യൂസിയം സ്ഥാപിച്ചത് എവിടെയാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ മ്യൂസിയം സ്ഥാപിച്ചത് എവിടെയാണ്? ഓപ്ഷൻ ഡി ആണ് മുംബൈയിലാണ്. 20ാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ ബാലഗംഗാധര തിലകന്റെ ജേണൽ ഏതാണ്? തന്നിരിക്കുന്നതിൽ ബാലഗംഗാധര തിലകന്റെ പത്രം ഏതാ? ഓപ്ഷൻ സി ആണ് മറാത്തയാണ്. 21ാമത്തെ ചോദ്യം, 3 റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുത്ത വ്യക്തി ആരാണ്? ഇത് നമ്മൾ തൊട്ടു മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടായിരുന്നു അല്ലെ. 3 വട്ടമേശ സമ്മേളനം പങ്കെടുത്ത വ്യക്തി ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആണ്. 22ാമത്തെ ചോദ്യം, ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് ലോർഡ് ലിൻ ലിത്ഗോയാണ്. 23ാമത്തെ ചോദ്യം, 1913 തുടങ്ങിയ ഗദ്ദാർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഗദ്ദാർ മൂവ്മെന്റിന് നേതൃത്വം നൽകിയ വ്യക്തി ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ലാലാ ഹർദയാലാണ്. 24ാമത്തെ ചോദ്യം, എവിടെയാണ് ആനി ബസന്റ് ഹോം റൂൾ മൂവ്മെന്റ് ആരംഭിച്ചത്? എവിടെയാ? ഓപ്ഷൻ സി ആണ് മദ്രാസിലാണ്. 25ാമത്തെ ചോദ്യം, രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെട്ട 1900-ലെ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? രണ്ടാം ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന 1900-ലെ ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? ഓപ്ഷൻ ബി ആണ് ലോർഡ് കഴ്സൺ അല്ലെ. കഴ്സൺ പ്രഭുവിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. 26ാമത്തെ ചോദ്യം, നിബന്ധമാല എന്ന കൃതി രചിച്ചതാരാണ്? നിബന്ധമാല എന്ന കൃതി രചിച്ചത് ഓപ്ഷൻ എ ആണ് വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ ആണ്. 27ാം ചോദ്യം, താഴെ പറയുന്നതിൽ ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് കണ്ടെത്തുക? ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ. ഒന്നാമത്തെ എന്താ? ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചു. ശരിയാണ്.
2 കോൺഗ്രസിലെ തീവ്രവാദി നേതാവായിരുന്നു. തെറ്റാണ്. മിതവാദി നേതാവായിരുന്നു ആര്? ദാദാഭായ് നവറോജി. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. 3 തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചു. അപ്പോൾ 1, 3, 4 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഓപ്ഷൻ ഡി ആണ്. 1, 3, 4 ശരിയാണ്. 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരാണ്? ഓപ്ഷൻ എ ആണ്. സി ശങ്കരൻ നായരാണ്. 29 സ്വാതന്ത്ര്യത്തിന് ശേഷം രൂപീകൃതമായ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? തന്നിരിക്കുന്നതിൽ ആരൊക്കെയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളെന്ന്? ആരൊക്കെയാ? എച്ച് എൻ കുൻസ്രു ഉണ്ട്, പോറ്റി ശ്രീരാമലു ഉണ്ട് അല്ലേ? സോറി, പോറ്റി ശ്രീരാമലു അല്ല, കെ എം പണിക്കർ അല്ലേ? ഓപ്ഷൻ മൂന്നാമത്തെ ആള്, അതായത് എച്ച് എൻ കുൻസ്രു, കെ എം പണിക്കർ, ഫസൽ അലി, ഇവരല്ലേ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളല്ലേ? എച്ച് എൻ കുൻസ്രു, കെ എം പണിക്കർ, ഫസൽ അലി. ഇനി 30ാമത്തെ ചോദ്യം, ഇന്ത്യയുടെയും ചൈനയുടെയും തമ്മിൽ ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങളിലെ നിർദ്ദേശം അല്ലാത്തത് ഏതാണ്? തന്നിരിക്കുന്നതിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച പഞ്ചശീല തത്വങ്ങളിലെ നിർദ്ദേശം അല്ലാത്തത് ഏതാണ്? സമത്വവും പരസ്പര സഹായം പുലർത്തുക ശരിയാണ്. ഐക്യരാഷ്ട്രസഭയിലുള്ള വിശ്വാസം എന്തല്ല? പഞ്ചശീല തത്വങ്ങളിൽ ഉൾപ്പെട്ടതല്ല. ആഭ്യന്തര കാര്യങ്ങളിൽ പരസ്പരം ഇടപെടാതിരിക്കുക, പരസ്പരം ആക്രമിക്കാതിരിക്കുക എന്തായിരുന്നു? പഞ്ചശീല തത്വങ്ങളിലെ നിർദ്ദേശങ്ങളായിരുന്നു. 31ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന പ്രസിദ്ധമായ പ്രഖ്യാപനം ആരുടേതാണ്? ഓപ്ഷൻ ഡി ആണ്. ബാലഗംഗാധര തിലകന്റേതാണ്. 32 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷം? ഓപ്ഷൻ ബി ആണ്. 1858 33 1857 വിപ്ലവത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ സി ആണ്. മംഗൾ പാണ്ഡെയാണ്. 1857 വിപ്ലവത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആര? മംഗൾ പാണ്ഡെയാണ്. 34 ക്വിറ്റ് ഇന്ത്യ സമരം നടന്ന ദിനം, ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന 1942 ഓഗസ്റ്റ് 9-നാണ്. 35ാമത്തെ ചോദ്യം, ആര്യ സമാജം സ്ഥാപിച്ചതാരാണ്? ആര്യ സമാജം സ്ഥാപിച്ചതാരാ? ഓപ്ഷൻ ബി ആണ്. ദയാനന്ദ സരസ്വതിയാണ്. 36 ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളിൽ കൂട്ടത്തിൽ നിന്ന് ശരിയായവ കണ്ടെത്തുക. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയാന്നുള്ളത് കണ്ടെത്തുക. ഏതൊക്കെയാ? ചമ്പാരൻ ഉണ്ട്, അതേപോലെ വേറെ ഏതുള്ളത്? ഖേദയുണ്ട്, അഹമ്മദാബാദ് ഉണ്ട് അല്ലേ? 2, 3, 4 ആണ് ഇതിൽ ശരിയായിട്ടുള്ളത് അല്ലേ? ചമ്പാരൻ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, അതുപോലെ ഖേദ സത്യാഗ്രഹത്തിലും പങ്കെടുത്തിട്ടുണ്ട്. അഹമ്മദാബാദ് മിൽ സമരത്തിൽ ആര് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു? ഗാന്ധിജി പങ്കെടുത്തിട്ടുണ്ട്. 2, 3, 4 ആണ് ഇതിൽ ശരിയായിട്ടുള്ള. ഓപ്ഷൻ ഡി ആണ്. 2, 3, 4. 37ാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായ പ്രസ്താവനകൾ, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ വാക്കായിരുന്നു എന്തോ? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്നല്ലേ. ചമ്പാരൻ സത്യാഗ്രഹം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ്. ചാനാർ ലഹള എന്തെല്ലാം ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടതല്ല. 1, 2, 3 ഇതിൽ ശരിയായിട്ടുള്ളത്. 38ാമത്തെ ചോദ്യം, ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ശരിയായ നേതാക്കൾ ആരൊക്കെയാ? മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലി. ഓപ്ഷൻ എ ആണ്. മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയുമാണ്. ഇനി 39ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന ദയാനന്ദ സരസ്വതിയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ദയാനന്ദ സരസ്വതിയുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ. ആര്യ സമാജം സ്ഥാപിക്കുന്നത് ആര് തന്നെയാ? ദയാനന്ദ സരസ്വതിയാണ്. ബ്രഹ്മസമാജം തെറ്റാണ്. ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചു അല്ലെ? ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ചു. അതേപോലെ 1875 എന്ത് ബോംബെയിൽ ജനിക്കുകയും ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് ആര്? ദയാനന്ദ സരസ്വതി. അപ്പോൾ 1, 2, 1, 3, 4 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ശരിയാണ്. 40ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളിയാണ് സി ശങ്കരൻ നായർ. ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത്? ഓപ്ഷൻ എ ആണ്. അമരാവതി സമ്മേളനത്തിലാണ്. 41ാമത്തെ ചോദ്യം, മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകളാണ്? ആരതാ? ജോൺ ലോക്ക് അല്ലേ? നമ്മളെ മൗലിക അവകാശങ്ങളെ ലോക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞത് ആരാ? ലോക്കാണ്. ജോൺ ലോക്കാണ്. 42 പരിഷ്കൃതമായ യൂറോപ്യൻ കലകൾ, ശാസ്ത്രം, തത്വജ്ഞാനം, സാഹിത്യം എന്നിവയുടെ വ്യാപനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതിന് നാം ആഗ്രഹിക്കുന്നത്. ഇത് ഏത് വിദ്യാഭ്യാസ പരിഷ്കരണ മേഖലയിൽ ഉൾപ്പെടുത്തിയ പ്രസ്താവനയാണ്?
ഏതാ? ഓപ്ഷൻ ഡി ആണ് 1854 വുഡ്സ് ഡെസ്പാച്ചുമായി ബന്ധപ്പെട്ട പരിഷ്കരണമാണ് ഇത്. പരിഷ്കൃതമായ യൂറോപ്യൻ കലകൾ, അതുപോലെ ശാസ്ത്രം, തത്വജ്ഞാനം, സാഹിത്യം എന്നിവയുടെ വ്യാപനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നത് എന്ന് 1854 വുഡ്സ് ഡെസ്പാച്ചിലാണ് പറയുന്നത്. 43ാമത്തെ ചോദ്യം, സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ആരൊക്കെയാണ്? സ്വരാജ് പാർട്ടി സ്ഥാപിച്ചത് ഓപ്ഷൻ സി ആണ് CR ദാസും മോത്തിലാൽ നെഹ്റുവുമാണ്. 44ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ സ്ത്രീ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? മഹാരാഷ്ട്രയിലാണ്. 45ാമത്തെ ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ഉൾപ്പെടാത്ത പ്രസ്താവന. ഒന്നാമത്തെ എന്താ? ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്? തെറ്റാണ് കേട്ടോ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണെന്നുള്ളത് തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ തെറ്റാണ്. മൗണ്ട് ബാറ്റൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ് പറഞ്ഞത്. ഒന്നാമത്തെ തെറ്റാണ്. 2, ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. അത് ശരിയാണ്. 2, പഞ്ചാബും ബംഗാളും 2ആയിട്ട് വിഭജിക്കുന്നതാണ്. അതുപോലെ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. അപ്പോൾ 1 മാത്രമേ ഇതിൽ തെറ്റുള്ളൂ. 2ഉം 3ഉം 4ഉം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ ബി 1 മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. 46ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. ഒരു വ്യക്തി ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമത്തത് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് അദ്ദേഹം. അതുപോലെ 1952 ഒഡീഷയിൽ ഗവർണറായിട്ട് ചുമതലയേറ്റിട്ടുണ്ട്. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. ആരെക്കുറിച്ചാണ് പറയുന്നത്? ഓപ്ഷൻ എ ആണ്. VP മേനോനെ കുറിച്ചല്ലേ പറയുന്നത്. ഓപ്ഷൻ എ ആണ്. VP മേനോനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ്. 1952 ഒഡീഷയിൽ ഗവർണറായിട്ട് ചുമതലയേറ്റു. സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്തു. 47 ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങൾ പരിഗണിക്കുക. കാലഗണനാക്രമത്തിൽ എഴുതുക. ഇതിൻ്റെ ആൻസർ ഇല്ല, പക്ഷെ ജസ്റ്റ് വർഷങ്ങളൊന്ന് പറഞ്ഞുതരാം. ഭഗത് സിംഗ് എന്ന തൂക്കിലേറ്റപ്പെടുന്നത് 1931 ഭഗത് സിംഗ് തൂക്കിലേക്കുന്നത്. വാഗൻ ട്രാജഡി നടക്കുന്നതെന്ന 1921. മിൻറ്റോ മോർലി പരിഷ്കാരം 1909. ചൗരി ചൗര സംഭവം 1922. ഇനി 48ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്തുക. തെറ്റായ ജോഡി ഏതാണെന്ന് കണ്ടെത്തണം. ഇന്ത്യ വിൻസ് ഫ്രീഡം ആരാ? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇവിടെ തന്നിരിക്കുന്നത് ആരാ? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അപ്പോൾ അതിനെയാണ് തെറ്റായിട്ടുള്ളത്. എ പാസേജ് ടു ഇന്ത്യ ആരാ? EM ഫോസ്റ്റർ. അൺഹാപ്പി ഇന്ത്യ ആരാ? ലാലാ ലജ്പത് റായ്. ഇന്ത്യ ഡിവൈഡഡ് ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പോൾ അടുത്ത എക്സാമുകളിലൊക്കെ ചോദിക്കാം ഈ ക്വസ്റ്റ്യൻസ്. PSCയുടെ കയ്യിലുള്ള സാധനങ്ങൾ തന്നെയല്ലേ. അപ്പോൾ എ പാസേജ് ടു ഇന്ത്യ എന്ന പുസ്തകം ആരതാ? EM ഫോസ്റ്ററിൻ്റെതാണ്. അൺഹാപ്പി ഇന്ത്യ ലാലാ ലജ്പത് റായ്. ഇന്ത്യ ഡിവൈഡഡ് ആരാ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 49ാമത്തെ ചോദ്യം, ചുവടെ തന്നിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവി അലങ്കരിച്ചിരുന്ന വനിതകൾ ആരൊക്കെയാ? 1 സരോജിനി നായിഡു INCയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. അതുപോലെ നെൽസൺ ഗുപ്ത ആയിട്ടുണ്ട്. ആനി ബെസന്റും ആയിട്ടുണ്ട് അല്ലെ. 1, 3, 4 ആണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ആരൊക്കെയാ? സരോജിനി നായിഡു, നെൽസൺ ഗുപ്ത, ആനി ബെസന്റ്. 50ാമത്തെ ചോദ്യം, 1916 DK കാർവെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാ? മഹാരാഷ്ട്രയിലാണ്. 51ാമത്തെ ചോദ്യം, ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കിക്കൊണ്ട് രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമായ നോവൽ ഏതാ? ഓപ്ഷൻ ഡി ആണ്. ആനന്ദമഠമാണ്. അപ്പോൾ ആനന്ദമഠത്തിന്റെ പ്രമേയം എന്താ? സന്യാസി കലാപമാണ്. 52 പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറയിട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കിയെന്ന് ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചത് ആരാണ്? ഓപ്ഷൻ എ ആണ്. ഗാന്ധിജിയാണ്. 53 ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ഏതാ? ബംഗാൾ അല്ലെ. ഓപ്ഷൻ സി ബംഗാളാണ്. 54 ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയതാരാണ്? അൽ ഹിലാൽ എന്ന പത്രത്തിന് നേതൃത്വം നൽകിയതാരാ? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. 55ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. പഞ്ചശീല തത്വങ്ങളുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന.
ഒന്ന് 1954 ചൈനയുമായിട്ട് അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായിട്ട് ഒപ്പുവെച്ച കരാറാണ് ഇത് പഞ്ചശീല തത്വങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിയാണ്. രണ്ടാമത്തെ എന്താ, ഇരു രാജ്യങ്ങളുടെയും അതിർത്തി പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. ലാൽ ബഹദൂർ ശാസ്ത്രി മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. തെറ്റാണ് അല്ലേ? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാ? നമ്മുടെ ജവഹർലാൽ നെഹ്റുവും അതുപോലെ ചൗ എൻ ലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. നാലാമത്തെ പ്രസ്താവന അതാണ്. അപ്പം അതും ശരിയാണ്. അപ്പോൾ തെറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ, മൂന്നാമത്തെ പ്രസ്താവന മാത്രമേ ഉള്ളൂ. 56ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് പിൻ തീയതിക്ക് വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ഓപ്ഷൻ എ ആണ് ക്രിപ്സ് മിഷനെയാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിൻ തീയതിക്കിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച എന്തിനാ? ക്രിപ്സ് മിഷനെയാണ്. 57 താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യയിലെ സാമൂഹിക പ്രസ്ഥാനങ്ങളുടെയും അവയുടെ സ്ഥാപകരുടെയും ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കുക. ഒന്നെന്താ, സത്യശോധക് സമാജം ആരാ? ജ്യോതിറാവ് ഫുലെ ശരിയാണ്. ആര്യ സമാജം ആരാ? ദയാനന്ദ സരസ്വതിയാണ്. അപ്പോൾ ഇത് തെറ്റാണ്, രണ്ടാമത്തെ തെറ്റാണ്. 3 പ്രാർത്ഥനാ സമാജം ആരാ? ആത്മാറാം പാണ്ഡുരംഗ. അപ്പോൾ അതും മൂന്നാമത്തെയും തെറ്റാണ്. ഹിതകാരണി സമാജം വീരേശലിംഗം പന്തലുവാണ്. അപ്പോൾ 1ഉം 4ഉം മാത്രമേ ഇത് ശരിയുള്ളൂ. 2ഉം 3ഉം തെറ്റാണ്. 2ഉം 3ഉം എന്താ ചെയ്തത്? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടുക അല്ലെ ചെയ്തത്. ആര്യ സമാജം ആരാ? ദയാനന്ദ സരസ്വതിയാണ്. പ്രാർത്ഥനാ സമാജം ആത്മാറാം പാണ്ഡുരംഗുമാണ്. ഇനി 58ാമത്തെ ചോദ്യം, പോർച്ചുഗീസ് കാലഘട്ടത്തിൽ നടന്ന ഉദയം പേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? 1599 നടന്ന ഉദയം പേരൂർ സുന്നഹദോസിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഓപ്ഷൻ ഡി ആണ്, ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് ആയിരുന്നു. 59ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ചിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായത് ഒന്നെന്താ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13 തെറ്റാണ്. 1919 ഏപ്രിൽ 13. ഇനി മൂന്നാമത്തത്, 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. അതും എന്താണ്? ശരിയാട്ടോ. 1948 ജനുവരി 20 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഗാന്ധിജിക്കെതിരെ ഒരു വധശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. ശരിയാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത് അല്ലേ? 30-ൽ 1, 31-ൽ 2, 32-ൽ മൂന്നാമത്തത്. അങ്ങനെ 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നത്. അപ്പോൾ അതും എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഇതിൽ 1, 3, 4 എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഇനി 60ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഖാൻ അബ്ദുൽ ഗഫാർ ഖാനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടു. ശരിയാണ്. 1988 ജനുവരി 20 അന്തരിച്ചു. 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായി ഖിദ്മത്ത് ഖാൻ എന്ന സംഘടന രൂപീകരിച്ചു. അപ്പോൾ എന്തൊക്കെയാ? എല്ലാം ശരിയാണ്. ഖാൻ അബ്ദുൽ ഗഫാർ ഖാനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ പഠിച്ചു വെക്കുക. അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടു. 1988 ജനുവരി 20 അന്തരിക്കുന്നത്. 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായി ഖിദ്മത്ത് ഖാൻ എന്ന സംഘടന രൂപീകരിച്ചു. 61ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യത്തിന് ശേഷം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 1953 എന്ത് ചെയ്യുന്നത്? കമ്മീഷൻ രൂപീകരിക്കുന്നത്. ശരിയാണ്. ഇത് ഷാ കമ്മീഷൻ എന്നറിയപ്പെട്ടു. തെറ്റാണ്. ഇത് ഫസൽ അലി കമ്മീഷൻ എന്നാണ് അറിയപ്പെട്ടത്. ഫസൽ അലി, എച്ച്.എൻ. കുൻസർ എന്നിവർ ഇതിൽ അംഗങ്ങളായിരുന്നു. ശരിയാണ്. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനമാണ് ഇത് ആന്ധ്രാപ്രദേശ് അല്ലെങ്കിൽ ആന്ധ്ര എന്ന് പറയുന്നത്. അപ്പോൾ 1, 3, 4 ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 62ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നതിൽ 1961 വരെ പോർച്ചുഗീസിന്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏതാ? ഓപ്ഷൻ ബി ആണ്, ഗോവയായിരുന്നു. 1961 വരെ ഗോവയുടെ കീഴിലായിരുന്നു ഇത് പോർച്ചുഗലിന് കീഴിലായിരുന്നു ഇത് ഗോവ. 63 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ VP മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. VP മേനോനെ കുറിച്ച് ശരിയായ പ്രസ്താവനകൾ. 1, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടറി ആയിരുന്ന മലയാളിയാണ് ആര്? VP മേനോൻ. ശരിയാണ്. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനായിട്ട് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗമാണ്. തെറ്റാണ്. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാനുള്ള സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിലെ അംഗമായിരുന്നു ആര്? VP മേനോന്.
ഇനി രണ്ടാമത്തെ തെറ്റാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് ആര്? VP മേനോൻ. ശരിയാണ്. 1952 ആസാമിൽ ഗവർണറായിട്ട് ചുമതലയേറ്റു. തെറ്റാ. നമ്മൾ തൊട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചത് എവിടെയാ? ഒഡീഷയിലാണ് എന്ത് ചെയ്യുന്നത്? ഗവർണറായിട്ട് ചുമതലയേക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 1, 3 അല്ലേ? എയും സിയും മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 64 INA ബന്ധപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തുക. INA ബന്ധപ്പെട്ട നേതാക്കൾ ഓപ്ഷൻ സി ആണ്. സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ്. 65 സ്വതന്ത്ര ഇന്ത്യയിൽ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായിട്ട് സമീപിച്ച് പ്രശ്നപരിഹാര നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതായിരുന്നു? ഓപ്ഷൻ ഡി ആണ്. കോത്താരി കമ്മീഷൻ ആണ്. 66 ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ഡൽഹൌസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ്? ഏതാ? ഓപ്ഷൻ എ ആണ്. ഔധ എന്ന് കേട്ടോ. നാട്ടുരാജ്യമായ ഔധിനെയാണ് എന്ത് വിശേഷിപ്പിച്ചത്? ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം എന്ന് ആര് വിശേഷിപ്പിച്ചു? ഡൽഹൌസി വിശേഷിപ്പിച്ചത്. ഇനി ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ നിന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനങ്ങൾ കണ്ടെത്തുക. ബന്ധപ്പെടാത്തത് ഒന്നെന്താ? ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആണ്. ശരിയാണ്. പൂർണ്ണ സ്വരാജ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച ലാഹോർ സമ്മേളനത്തിലാണ് നിസ്സഹകരണ സമരം ആരംഭിക്കുക എന്നുള്ളത് തെറ്റാണ്. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് ആഘോഷിക്കണമെന്ന് തീരുമാനിച്ചതും ഏത് തന്നെയാണ്? 29 ലാഹോർ സമ്മേളനത്തിലാണ്. അപ്പോൾ ഏത് മാത്രമേ ഇല്ലാത്തുള്ളൂ? 3 മാത്രം അല്ല. ഓപ്ഷൻ സി 3 മാത്രമാണ്. ഇനി 68ാമത്തെ ചോദ്യം. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയ വ്യക്തി ആരായിരുന്നു? ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് അല്ലേ? സുഭാഷ് ചന്ദ്രബോസ് ആണ്. 69ാമത്തെ ചോദ്യം. 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്ന് കണ്ടെത്തുക. ഉൾപ്പെടാത്തത് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഉണ്ടായിരുന്നു. സിവിൽ നിയമലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു. ആരംഭിക്കാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ തെറ്റാണ്. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായിട്ട് ആചരിക്കാൻ തീരുമാനിച്ചു. ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ഏത് മാത്രം? ഓപ്ഷൻ ബി മാത്രമാണ് ഇല്ലാത്തത്. 70 ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായിട്ട് പങ്കെടുത്ത ഒരു പരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയായിരുന്നു. ഏത് സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു? ഏതാ? ഓപ്ഷൻ ബി ആണ്. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനത്തിനായിരുന്നു. ഇനി 71ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ ദാദാഭായ് നവറോജിയുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ദാദാഭായ് നവറോജിയുമായി ബന്ധപ്പെട്ടിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന. പോവർട്ടി ആൻഡ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം വെച്ചു. ശരിയാണ്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ എന്നുള്ളത് തെറ്റാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ ദാദാഭായ് നവറോജി. സ്ഥാപകൻ ആരാ? A.O. ഹ്യൂം അല്ലെ? INCയുടെ സ്ഥാപകൻ ചോദിച്ചാൽ ആരാ? A.O. ഹ്യൂം ആണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആര് തന്നെയാണ്? ദാദാഭായ് നവറോജിയാണ്. ഇനി 72ാമത്തെ ചോദ്യം. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരായിരുന്നു? ബാലഗംഗാധര തിലകനായിരുന്നു. 73ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? കർഷകരുടെ ദുരിതങ്ങൾ ശരിയാണ്. കരകൗശൽ തൊഴിലാളികൾ ദാരിദ്ര്യം ശരിയാണ്. രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ ശരിയാണ്. ശിപ്പായിമാരുടെ ദുരിതങ്ങളും ശരിയാണ്. എല്ലാം ശരിയാട്ടോ. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കാരണങ്ങളാണ് കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശൽ തൊഴിലാളികൾ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, അതേപോലെ ശിപ്പായിമാരുടെ ദുരിതങ്ങൾ. 74 ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയായിരുന്നു? അരുണ ആസിഫ് അലിയെയാണ്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്ന ആരാ? അരുണ ആസിഫ് അലി. ആരാ വിശേഷിപ്പിച്ചത്? ഗാന്ധിജിയാണ്. 75 ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചതാരാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ഓപ്ഷൻ എ ആണ്. സൂര്യസെൻ ആണ്. 76 നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈ വാക്കുകൾ ഏത് സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞത്? ഏത് സമയത്ത് പറഞ്ഞത്? ഇത് ഗാന്ധിജിയുടെ മരണസമയത്ത് പറഞ്ഞതാണ്. മരിച്ച സമയത്ത് പറഞ്ഞതാണ്. എന്ത്? നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പറഞ്ഞതാണ്. എന്ത്? ഗാന്ധിജി മരിച്ച സമയത്ത് നെഹ്റു പറഞ്ഞതാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. 77ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരായിരുന്നു? DK കാർവേ അല്ലെ? DK കാർവയാണ്. 78 ഇന്ത്യൻ സൊസൈറ്റി ഓഫ് ഓറിയന്റൽ ആർട്സിന്റെ സ്ഥാപകൻ ആരാ? അബനീന്ദ്രനാഥ ടാഗോർ ആണ്. 79 രാജാറാം മോഹൻ റായ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഓപ്ഷൻ ഡി ആണ്. സമ്പാദ് കൗമുദിയാണ്. 80ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ ആരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് അല്ലാത്തത്? പ്രസിഡന്റ് ആകാത്ത വ്യക്തി ആരാ? ലാലാ ലജ്പതി റായ് ആയിട്ടുണ്ട്, ഗോപാലകൃഷ്ണ ഗോഖലെ ആയിട്ടുണ്ട്, ബാലഗംഗാധര തിലകൻ എന്തായിട്ടില്ല?
ബാലഗംഗാധര തിലകൻ എന്തായിട്ടില്ല, പിന്നെ INCയുടെ പ്രസിഡന്റ് ആയിട്ടില്ല. CR ദാസും എന്തായിട്ടുണ്ട്, INCയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഇനി വിഷ്ണു കൃഷ്ണ ചിപ്ലുങ്കർ നിബന്ധമാല എന്ന കൃതി ഏത് ഭാഷയിലാണ് രചിച്ചത്? ഏത് ഭാഷയിലാ? മറാത്തി ഭാഷയിലാണ്. 82 താഴെ പറയുന്നവയിൽ ഏതാണ് 1806 നടന്ന സംഭവം? തന്നിരിക്കുന്നതിൽ 1806 നടന്ന സംഭവം ഏതാ? വെല്ലൂർ കലാപമാണ്. 83ാമത്തെ ചോദ്യം 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടുള്ള ബന്ധം എന്താ? ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ ഡേറ്റ് ആണ് ഇത് 1940 ജൂലൈ 31. 84ാമത്തെ ചോദ്യം നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലതാനും എന്നത് ആരുടെ വാക്കുകളാണ്? ആരുടെ വാക്കാത്? നമ്മുടെ ഗാന്ധിജി പറഞ്ഞ കോട്ടാണ് ഇത്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാൻ ഇല്ലതാനും. 85ാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഭൂനികുതി വ്യവസ്ഥ ഏതായിരുന്നു? മഹൽവാരി വ്യവസ്ഥ അല്ലെ? ഓപ്ഷൻ ബി മഹൽവാരിയാണ്. 87ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്? തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഒന്ന്, 1944 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു. 1944 ക്രിപ്സ് മിഷൻ ഇന്ത്യ സന്ദർശിച്ചു, തെറ്റാണ്. 1946 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിലേക്ക് അയച്ച ക്യാബിനറ്റ് മിഷനിൽ 3 അംഗങ്ങൾ ഉണ്ടായിരുന്നു, ശരിയാണല്ലേ? ക്യാബിനറ്റ് മിഷനിൽ ആരൊക്കെയാ? 3 അംഗങ്ങൾ തന്നെയാണ് ഉണ്ടായിരുന്നത്. 1945 ബ്രിട്ടനിൽ അധികാരത്തിൽ വന്ന ലേബർ പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനെ എതിർത്തു, എതിർത്തു എന്നുള്ളത് തെറ്റാണ്. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് ജൂൺ 3 പദ്ധതി തയ്യാറാക്കിയത്, ശരിയാണല്ലേ? ജൂൺ 3 പദ്ധതി ഡിക്കി ബേർഡ് പ്ലാൻ ഒക്കെ അറിയപ്പെടുന്ന ഏതാ? മൗണ്ട് ബാറ്റൻ പദ്ധതി അല്ലേ? അപ്പോൾ അതും എന്താണ് ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? 2ഉം 4ഉമാണ് ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. 88ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ വിഭാഗത്തിലെ ബന്ധം മനസ്സിലാക്കി ബി വിഭാഗം ഉത്തരം കണ്ടെത്തുക. അതായത് ഇതാണ് ഒന്നാമത്തത്. കാൺപൂർ നാനാ സാഹിബ്. കാൺപൂരിൽ 1ാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയതാരാ? നാനാ സാഹിബാണ്. അങ്ങനെയാണെങ്കിൽ ആര എന്ന് പറയുന്ന സ്ഥലത്ത് ആരായിരുന്നു? ആരയിലാരാ? കൻവർ സിംഗ് അല്ലെ? ആരയിലാരാ? കൻവർ സിംഗ് ആണ്. ഇനി ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡ് ആണെങ്കിൽ ബറൌട്ട് പർഗാനിയിൽ ആരായിരുന്നു? ഷാമൽ അല്ലെ? അപ്പോൾ ആരൊക്കെ ആൻസർ വരേണ്ടത്? ആരയിലാരാ? കൻവർ സിംഗ് ആണ്. ഇവിടെ ആരാ? പിന്നെ ഷാമൽ. അപ്പം കൻവർ സിംഗും ഷാമലും വരുന്ന ഓപ്ഷൻ ബി ആണ്, കൻവർ സിംഗും ഷാമലും. അപ്പോൾ ഓർത്തു നോക്കുക, കാൺപൂരിൽ 1ാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയതാരാ? നാനാ സാഹിബാണ്. ആരയിൽ? കൻവർ സിംഗ്. ഡൽഹിയിൽ ബഹദൂർ ഷാ സെക്കൻഡ്. ബറൌട്ടിലാരാ? ഷാമലാണ്. ഇനി ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് M. വിശ്വേശ്വരയ്യയാണ്. 90ാമത്തെ ചോദ്യം ചുവടെ തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നതിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനം. നാഗ്പൂർ സമ്മേളനത്തിനാണ് നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചത്, ശരിയാണ്. ബോംബെ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ്, തെറ്റാണ്. ലാഹോർ അല്ലെ? ഇനി ലാഹോർ സമ്മേളനം ക്വിറ്റ് ഇന്ത്യ പ്രമേയം, തെറ്റാണ്. ബോംബെ സമ്മേളനത്തിലാണ് ഏത്? ക്വിറ്റ് ഇന്ത്യ പ്രമേയം. സൂറത്ത് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വിഭജനം, ശരിയാണ്. ശരിയായിട്ടുള്ളത് 1ഉം 4ഉം മാത്രമാണ്. 2ഉം 3ഉം എന്താ? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടതാണ്. 91ാമത്തെ ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. ശരിയായ പ്രസ്താവനകൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു, ശരിയാണ്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘന പ്രക്ഷോഭം ആരംഭിച്ചു, ശരിയാണ്. സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ, തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം മാത്രമേ ഇതിൽ ശരിയായിട്ടുള്ളൂ. 92 ചുവടെ തന്നിരിക്കുന്നതിൽ 1857 1ാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന ഏതാ? 1, ഫൈസാബാദിൽ വിപ്ലവം നയിച്ചത് നവാബ് വാജിദ് അലിയാണ്, ശരിയാണോ? തെറ്റല്ലേ അല്ലേ? ഫൈസാബാദിൽ ആരാ? മൗലവി അഹമ്മദുള്ളയാണ്. 2, ലക്നൌവിൽ വിപ്ലവം നയിച്ചത് മൗലവി അഹമ്മദുള്ളയാണ്, തെറ്റാണ്. ലക്നൌവിൽ ആരാ? ബീഗം ഹസ്രത്ത് മഹലാണ്. 3ാമത്തെ എന്താ? ബീഹാറിൽ ആരെയും വിപ്ലവം നയിച്ചത് കൻവർ സിംഗ്, ശരിയാണ്. ബീഹാറിലും ആരെയിലും ആരാ? കൻവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ആരാ? ഖാൻ ബഹദൂർ ഖാൻ. 3ഉം 4ഉം എന്താണ്? ശരിയാണ്. 1ഉം 2ഉം തെറ്റാണ്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് തെറ്റായ പ്രസ്താവനയാണ്. അപ്പോൾ 1ഉം 2ഉം ആണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന. 93ാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. ക്വിറ്റ് ഇന്ത്യ സമരവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. 1, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമാണ് ഇത് ക്വിറ്റ് ഇന്ത്യ സമരം, ശരിയാണ്. കോൺഗ്രസ്, മുസ്ലിം ലീഗ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ പിന്തുണച്ചു.
പിന്തുണച്ചോ? ഇത് തെറ്റാണ് അല്ലേ. മുസ്ലിം ലീഗൊന്നും ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തെ എന്തിട്ടില്ല, പിന്തുണച്ചിട്ടില്ല. 2 ബ്രിട്ടീഷ് സർക്കാർ സ്റ്റഫോർഡ് ക്രിപ്സിന് കീഴിൽ ഒരു ദൗത്യ സംഘത്തെ ഇന്ത്യയിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതും എന്താണ്, ശരിയാണ്. 1, 3 ശരിയാണ്. അപ്പൊ 2 മാത്രമാണ് ഇതിൽ ബന്ധമില്ലാത്തത്. 94ാമത്തെ ചോദ്യം, മൗലാന അബ്ദുൽ കലാം ആസാദിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏതാണെന്ന് കണ്ടെത്തുക. തെറ്റായ പ്രസ്താവന അല്ലേ. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. ശരിയാണ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനം നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നു. ആസാദിന്റെ പുസ്തകമാണേത്? ഇന്ത്യ വിൻസ് ഫ്രീഡം. നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആസൂത്രണം ചെയ്തു. തെറ്റാണ്. ആരാ? നയി താലിം എന്ന വിദ്യാഭ്യാസ പദ്ധതി ആരായിരുന്നു? ഗാന്ധിജിയാണ് അല്ലെ. 1, 2, 3 ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. തെറ്റായ പ്രസ്താവന ഇതാ 4 മാത്രം. 95 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. 1 അഭയാർത്ഥി പ്രവാഹം ശരിയാണ്. വർഗീയ ലഹള ശരിയാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധീന പ്രദേശങ്ങൾ, ഈ ഫാക്ട് ശരിയാണ്. പക്ഷെ അതെന്ത് ചെയ്തിട്ടില്ല, ഇന്ത്യ നേരിട്ടൊരു വെല്ലുവിളിയായിരുന്നില്ല. അത് തെറ്റാണ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനം ഇന്ത്യ നേരിട്ടൊരു വെല്ലുവിളിയായിരുന്നു. അപ്പം 3 മാത്രമാണ് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ നേരിട്ട ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി അല്ലാത്തത്. ഇനി 96ാമത്തെ ചോദ്യം, ശരിയായ ജോഡികൾ കണ്ടെത്തുക. പത്രവും അതിന്റെ സ്ഥാപകരുമാണ്. 1 എന്താ, നേഷൻ ഗോപാലകൃഷ്ണ ഗോഖലെ. ശരിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയാണ്. തെറ്റാണ്. വന്ദേ മാതരമാര ലാലാ ലജ്പത് റായ്. ഇതും തെറ്റാണ്. കേസരി മറാത്താര ബാലഗംഗാധര തിലകൻ. 1, 4 ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. 2, 3 തെറ്റാണ്. നമ്മളോട് പറഞ്ഞ ശരിയല്ലേ. അപ്പോൾ 1, 4 അല്ലേ. 97 ഇത് 2, 3 അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടതാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാഭായ് നവറോജിയും വന്ദേ മാതരം ലാലാ ലജ്പത് റായും. 97ാമത്തെ ചോദ്യം, ദാദാഭായ് നവറോജിയെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. അപ്പോൾ തെറ്റായിട്ടുള്ള പ്രസ്താവന അല്ലേ. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ തകർച്ചയെ സംബന്ധിച്ച് ചോർച്ചാ സിദ്ധാന്തം ആവിഷ്കരിച്ചു. ശരിയാണ്. കോൺഗ്രസിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചു. ശരിയാണ്. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നുണ്ട്. ശരിയാണ്. 4 INCയുടെ ആദ്യത്തെ പ്രസിഡന്റ്. തെറ്റാണ്. INCയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്നുള്ളത് തെറ്റാണ്. ആരായിരുന്നു? WC ബാനർജി അല്ലെ. ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? ഉമേഷ് ചന്ദ്ര ബാനർജി അല്ലെ. അപ്പൊ 4ാമത്തെയാണ് ഇതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന. 98ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ദേശീയ പ്രസ്ഥാനങ്ങളിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഗദ്ദാർ പാർട്ടി ആരാ? ലാലാ ഹർദയാലാണ്. അപ്പോൾ 1ാമത്തെ എന്താണ്? തെറ്റാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി CR ദാസ് മോത്തിലാൽ നെഹ്റു. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ശരിയായതല്ലേ വേണ്ടത് അല്ലേ. അപ്പോൾ ഇതും തെറ്റല്ലേ. പിന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആരാ? CR ദാസ് മോത്തിലാൽ നെഹ്റു. തെറ്റാണ്. ഫോർവേഡ് ബ്ലോക്ക് ആരായിരുന്നു? സുഭാഷ് ചന്ദ്രബോസ്. AITUC NM ജോഷും ലാലാ ലജ്പത് റായുമാണ്. അതും ശരിയാണ്. അപ്പോൾ 3, 4 ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. 1, 2 തെറ്റാണ്. നമ്മളോട് പറഞ്ഞത് ശരിയായത്. അപ്പോൾ 3, 4 ആണ്. 99ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക. അരുണ ആസിഫ് അലി ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ സജീവ പ്രവർത്തകയായിരുന്നു. മാഡം ബിക്കാച്ചി ഖാമ അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായിട്ട് ഉയർത്തി. പണ്ഡിറ്റ് രമാബായ് ശാരദാ സദൻ അല്ലെ, ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചു. എല്ലാം എന്താണ്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 100ാമത്തെ ചോദ്യം അവസാനത്തെ ചോദ്യമാണ്. ഇന്ത്യയിൽ സമൂഹശാസ്ത്രം എന്ന പഠനശാഖ ആദ്യമായിട്ട് ആരംഭിച്ചത് ഏത് സർവകലാശാലയിലാണ്? സോഷ്യോളജി എന്ന പഠനശാഖ ആരംഭിച്ചത് ഏത് സർവകലാശാലയിൽ? ഓപ്ഷൻ ഡി ആണ്, ബോംബെ യൂണിവേഴ്സിറ്റിയിലാണ്.